അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൽ സുദീർഘമായ ഒരു ആയത്തിലൂടെ മുഅ്മിനീങ്ങളെ ഉപദേശിച്ചുകൊണ്ട് വളരെ ശക്തമായി വിലക്കിയ കാര്യമാണിത്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, മുസ്ലിമീങ്ങളെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരെ, പരലോകമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നവരെ, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരെ, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഒരു വിഭാഗം പുരുഷന്മാർ, ഒരു വിഭാഗം ജനങ്ങൾ മറ്റൊരു കൂട്ടർ ആളുകളെ പരിഹസിക്കാൻ പാടില്ല, അവരെ കളിയാക്കാൻ പാടില്ല. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ പരിഹസിക്കരുത്. ചിലപ്പോൾ അല്ലാഹുവിന്റെ അരികിൽ ഈ പരിഹസിക്കപ്പെടുന്നവരായിരിക്കും നിങ്ങളെക്കാൾ നല്ലത്. അതുകൊണ്ട് സഹോദര, നിന്നേക്കാൾ ഒരാൾക്ക് സമ്പത്തിൽ കുറവുണ്ട്, സൗന്ദര്യത്തിൽ കുറവുണ്ട്, കഴിവുകളിൽ കുറവുണ്ട്, അറിവിൽ കുറവുണ്ട്, അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്, പിഴവുകൾ പറ്റുന്നുണ്ട്. ഇതുകൊണ്ട് നീ ഒരിക്കലും മറ്റൊരാളെ പരിഹസിക്കരുത്. നിനക്കെന്തറിയാം, ചിലപ്പോൾ അള്ളാഹുവിന്റെ അരികിൽ അള്ളാഹുവിന് പ്രിയങ്കരനായ, അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ച ദാസന്മാരിൽ ഒരാളായിരിക്കും അയാളെ ആയിരിക്കും ചിലപ്പോൾ നീ പരിഹസിക്കുന്നത്, അയാളുടെ കുറവുകൾ കൊണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഉപേക്ഷിക്കേണ്ട കാര്യമാണിത്. അൽ ഇമാം അത്ബരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, ഫലാ യഹില്ലു ലിമുഅ്മിനിൻ അൻ യസ്ഖറ മിൻ മുഅ്മിനിൻ ലാ ലിഫഖറിഹി. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിനെ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല അവന്റെ ദാരിദ്ര്യത്തിന്റെ പേരിൽ. ചില ആളുകൾ സമ്പത്തില്ല എന്നതിന്റെ പേരിൽ മറ്റുള്ളവരെ പരിഹസിക്കും. നീയൊക്കെ ഇത്ര കാലം ജീവിച്ചില്ല, എന്തുണ്ടാക്കി, നിനക്കൊക്കെ എന്തിനാണ് സാധിച്ചത്? അവന്റെ കയ്യിലുള്ള സമ്പത്ത് കാണിച്ചുകൊണ്ട് അവൻ മറ്റുള്ളവരെ ഇകഴ്ത്തുകയാണ്, താഴ്ത്തിക്കെട്ടുകയാണ്. അവനോടൊപ്പം സമ്പത്തിന്റെ കാര്യത്തിൽ എത്തിപ്പെടാൻ കഴിയാത്തവരെ പരിഹസിക്കുകയാണ്. എന്തെല്ലാം ഗുരുതരമായ വാക്കുകൾ പറയുന്ന ആളുകളുണ്ട്. അദ്ദേഹം പറയുന്നു, വലാ ലിദംബിൻ റകിബ. ഒരു മനുഷ്യൻ ഒരിക്കലും മറ്റൊരാൾ ചെയ്തു പോയ തിന്മയുടെ പേരിൽ അയാളെ പരിഹസിക്കരുത്. വേറെ ഒരാൾ ഒരു തെറ്റു ചെയ്തു, അതിന്റെ പേരിൽ അയാളെ പരിഹസിക്കരുത്. അയാളെ വേണമെങ്കിൽ ഉപദേശിക്കാം, അയാൾക്ക് തെറ്റ് തിരുത്തി നൽകാം, അയാളെ നന്മയിലേക്ക് തിരിച്ചു വിളിക്കാം, ഖൈറിലേക്ക് തിരിച്ചു വിളിക്കാം, പക്ഷെ അയാളെ പരിഹസിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം അൽ ഇമാം അത്ബരി ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ തുടർച്ചയായി പറയുന്നു, വലാ തൽമിസു അൻഫുസകും. നിങ്ങൾ ഒരിക്കലും സ്വയം കുത്തി പറയരുത്. നോക്കൂ, നിങ്ങൾ വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ മറ്റുള്ളവരെ കുത്തി പറയരുത് എന്നല്ല അല്ലാഹു പറഞ്ഞത്. നിങ്ങൾ സ്വന്തങ്ങളെ കുത്തി പറയാൻ പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ പരിഹസിക്കുമ്പോൾ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ പരിഹസിക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ അവനെ തന്നെയാണ് പരിഹസിക്കുന്നത്. കാരണം മുഅ്മിനീങ്ങൾ ഒരൊറ്റ ശരീരം പോലെയാണ്. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ജസദിൽ വാഹിദ്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ശരീരം പോലെയാണ്. അവർ പരസ്പരം പരിഹസിക്കാൻ പാടില്ല, പരസ്പരം കളിയാക്കാൻ പാടില്ല, ഇകഴ്ത്തി പറയാൻ പാടില്ല. ഞാൻ മറ്റൊരാളെ പരിഹസിക്കുമ്പോൾ, ഒരു മുസ്ലിമിനെ കളിയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് എന്നിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് എന്ന ബോധ്യം ഇസ്ലാമിക സാഹോദര്യത്തെക്കുറിച്ച് ബോധമുള്ള ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട കാര്യമാണ്. അല്ലാഹു പറഞ്ഞു, വലാ തനാബസു ബിൽ അൽഖാബ്. നിങ്ങൾ ഒരിക്കലും ഇരട്ട പേരുകൾ വിളിച്ച് ആളുകളെ പരിഹസിക്കാൻ പാടില്ല. ആളുകൾക്ക് ചില പേരുകൾ നൽകുന്നവരുണ്ട്. അവരുടെ അരികിലുള്ള എന്തെങ്കിലും കുറവുകൾ കൊണ്ടോ, സംസാരത്തിന്റെ രീതികൾ കൊണ്ടോ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ പരിഹസിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഇത് വർദ്ധിച്ചതായി കാണാം. സഹോദരങ്ങളെ, പണ്ടൊക്കെ ആളുകൾ മുഖത്തു നോക്കി പറയാൻ മടിച്ചിരുന്ന പലതും ഇന്ന് സോഷ്യൽ മീഡിയയും മറ്റും വന്നതോടുകൂടി ആളുകൾക്ക് ധൈര്യത്തിൽ പറയാമെന്നായിരിക്കുന്നു. ഒരു പരിചയവുമില്ലാത്തയാൾ, അയാളെ എന്ത് മോശത്തരം പറയുന്നതിനും എന്ത് ചീത്ത പറയുന്നതിനും ഒരാൾക്കും മടിയിൽ. അള്ളാഹു ഇത് കാണുന്നുണ്ട്, അള്ളാഹു നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നീ എഴുതുന്ന വാക്കുകൾ, നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വോയിസുകൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ മലക്കുകൾ കേൾക്കുന്നുണ്ട്, അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ ഈ പരിഹാസവും നിന്റെ ഈ കളിയാക്കലുമൊന്നും വെറുതെ പോവുകയില്ല, അതൊന്നും അള്ളാഹു വിസ്മരിച്ചു കളയുകയില്ല എന്ന ബോധ്യവും തിരിച്ചറിവും എൻ്റെ സഹോദരങ്ങളെ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ് സൂറത്തുൽ കഹ്ഫിലെ ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പരലോകത്ത് മനുഷ്യർ ചെന്നെത്തിയാൽ, അവിടെ എത്തിയാൽ നരകത്തിൽ പ്രവേശിക്കുന്നവർ പറയുന്ന വിലാപത്തിന്റെ വാക്കുകളാണത്. അല്ലാഹു പറയുന്നു, വയഖൂലൂൻ, അവർ പരലോകത്തെത്തിയാൽ തങ്ങൾ നരകത്തിലേക്കാണ് പ്രവേശിക്കാനിരിക്കുന്നത് എന്ന് മനസ്സിലായാൽ
തങ്ങളുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം തുറന്നു നോക്കിക്കൊണ്ട് അവർ പറയും, യാ വൈലതന, ഞങ്ങളുടെ നാശമേ, മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ ഒരു കാര്യവും ഈ പുസ്തകത്തിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ എന്ന് അവൻ വിലപിച്ചു പറയുന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അസ്സഗീറതു അത്തബസ്സും, ഇവിടെ ചെറിയ കാര്യം ഉപേക്ഷിച്ചിട്ടില്ല, ചെറിയ കാര്യങ്ങൾ പോലും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അദ്ദേഹം പറയുന്നു, മറ്റൊരാൾക്ക് എന്തെങ്കിലും അബദ്ധം പിണയുന്നത് കാണുമ്പോൾ അവൻ ഒരു ചെറിയ പുഞ്ചിരി, അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിയുന്നു. അതാണ് ഇവിടെ പറഞ്ഞ ചെറിയ കാര്യം. വേറെ ഒരാൾക്ക് അബദ്ധം പറ്റുമ്പോൾ അവൻ ചിരിക്കുകയാണ്, അവൻ്റെ ചുണ്ടിൽ വിരിയുന്ന ആ ചിരിയാണ് ഇവിടെ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ. അതുപോലും അള്ളാഹു എഴുതാതെ വെറുതെ വിടുകയില്ല. അതുപോലെ തന്നെ വൽ കബീറത്തു ദ്ദഹികു, വലിയ കാര്യമെന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞത്, വലിയ പാപമെന്ന് ഇവിടെ പറഞ്ഞത് ഒരാളെ പരിഹസിച്ച് ചിരിക്കുന്നതാണ്, ഉച്ചത്തിൽ ചിരിക്കുന്നതാണ് വലിയ കാര്യം. എന്നാൽ ഒരു ചെറിയ ചിരി അവൻ്റെ ചുണ്ടിൽ വിരിയുന്നതാണ്, അതാണ് ചെറിയ കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും സ്വയം പരിശോധിക്കുക. നമ്മൾ എത്ര അബദ്ധങ്ങളിലാണ്, എത്ര പിഴവുകൾ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങാൻ പോകുന്നത് വരെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ച്, അവരെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ അരികിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാക്കുകളുടെ ഗൗരവം എത്രയായിരിക്കും? ഇതെല്ലാം പരലോകത്ത് പോയാൽ നമ്മുടെ ഏടുകളിൽ ഉണ്ടായിരിക്കുമെന്ന ബോധ്യം സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്.